ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ 64.58% പോളിംഗ്. ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലും കുറവ് ബീഹാറിലും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. 6ാം ഘട്ടത്തിനുള്ള പത്രികകൾ നാളെ വരെ പിൻവലിക്കാം. കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും. റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ അധികാരമേറ്റു. പ്രസിഡന്റാകുന്നത് 5ാം തവണ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 20 റൺസ് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഹിമാചൽ പ്രദേശ് സന്ദർശനം തുടരുന്നു. പര്യടനത്തിന്റെ 4ാം ദിനമായ ഇന്നലെ രാഷ്ട്രപതി ഹിമാചലിലെ ആരാധനാ കേന്ദ്രങ്ങളായ താരാദേവി ക്ഷേത്രവും സംഗത് മോചൻ ക്ഷേത്രവും സന്ദർശിച്ചു. ഷിംലയിലെ ചരിത്ര പ്രസിദ്ധമായ ഗെയ്റ്റി തിയേറ്ററിൽ നടന്ന സാംസ്കാരിക പരിപാടിയിലും തുടർന്ന് രാജ്ഭവനിലെ അത്താഴ വിരുന്നിലും ശ്രീമതി മുർമു പങ്കെടുത്തു. രാഷ്ട്രപതി ഇന്ന് ഡൽഹിയിൽ തിരിച്ചെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെയും ഓരോ കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ 64.58% പോളിംഗ് രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഏറെക്കുറെ സുഗമമായും സമാധാനപരമായും നടന്നു. കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലാണ്, 81.71%. വോട്ടിംഗ് ഏറ്റവും കുറവ് ബീഹാറിലാണ്, 58.18%. ഛത്തീസ്ഗഡിൽ 71.06%, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുവിൽ 69.87% പോളിംഗ് രേഖപ്പെടുത്തി. ഗോവയിൽ 75.20, ഗുജറാത്തിൽ 59.51, കർണാടകയിൽ 70.41, മധ്യപ്രദേശിൽ 66.05, മഹാരാഷ്ട്രയിൽ 61.44, ഉത്തർപ്രദേശിൽ 57.34, പശ്ചിമബംഗാളിൽ 76.52% പേർ വോട്ട് ചെയ്തു. മൂന്നാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 283 പാർലമെന്റ് മണ്ഡലങ്ങളിലെ പോളിംഗ് പൂർത്തിയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4, 5, 6 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഝാർഖണ്ഡിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 238 പത്രികകൾ സ്വീകരിച്ചു. നാളെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ മാസം 25-ന് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഡൽഹിയിൽ 1,52,00,000-ലധികം വോട്ടർമാർ തങ്ങളുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുമെന്ന് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ P. കൃഷ്ണമൂർത്തി അറിയിച്ചു. മൊത്തം വോട്ടർമാരിൽ 82 ലക്ഷത്തിലധികം പുരുഷന്മാരും 70 ലക്ഷത്തോളം സ്ത്രീകളുമാണുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 8.52 ലക്ഷം വോട്ടർമാരുടെ വർധനമുണ്ടായതായും അദ്ദേഹം അറിയിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 20 വരെ നീട്ടി. ED രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഉത്തരവ്. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജി വീണ്ടും നാളെ പരിഗണിച്ചേക്കും. മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. സന്ദർശന വേളയിൽ അദ്ദേഹം ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങളിൽ ചർച്ച നടത്തും. മാലദ്വീപ് വിദേശകാര്യമന്ത്രി സമീറിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക തലസീമിയ ദിനം. ജനങ്ങൾക്ക് ഏറെ വെല്ലുവിളിയായ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജീവിതത്തെ ശാക്തീകരിക്കൂ, പുരോഗതി നേടൂ, എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്. ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ഉൽപാദനത്തെ ബാധിക്കുന്ന ജനിതക വൈകല്യമാണ് തലസീമിയ. ഇത് ചുവന്ന രക്താണുക്കളുടെ കുറവിലേക്കും അതുവഴി വിളർച്ചയിലേക്കും നയിക്കുന്നു. ആഗോളതലത്തിൽ 5 മുതൽ 7% വരെ ആളുകളും രോഗബാധിതരാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ ഇത് 2.52 മുതൽ 4.97% വരെയാണ്. രോഗനിവാരണം ലക്ഷ്യമിട്ട് നിരവധി തലസീമിയ ചികിത്സാ കേന്ദ്രങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തലസീമിയ ബാധിതർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക, ചികിത്സയിലും പരിചരണത്തിലും
മേഖലകളിലും കൈവരിച്ച പുരോഗതി ജനങ്ങളിൽ എത്തിക്കുക, രോഗനിവാരണം എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകി. വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവുമാണ് പ്രധാനമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചയ്ക്ക് 3-ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലത്തോടൊപ്പം THSSLC, AHSLC ഫലവും പ്രസിദ്ധീകരിക്കും. 4,27,105 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയത്. result.kerala.gov.in ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ഔദ്യോഗിക സൈറ്റുകളിലും PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും. ബേപ്പൂരിന് സമീപം ബോട്ടിൽ നിന്ന് കടലിൽ വീണ ഗുരുതരാവസ്ഥയിലായിരുന്ന തമിഴ്നാട് കൊളച്ചിൽ സ്വദേശി മത്സ്യത്തൊഴിലാളി അജിനെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ഇയാളെ ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് കൊച്ചി, കണ്ണൂർ, കരിപ്പൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2, കണ്ണൂരിൽ 3, കരിപ്പൂരിൽ 6, തിരുവനന്തപുരത്ത് 4 സർവീസുകളാണ് റദ്ദാക്കിയത്. മുന്നറിയിപ്പ് ഇല്ലാതെയുള്ള റദ്ദാക്കലിൽ യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ന് മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ശില്പശാലയിൽ കേരള പോലീസ് ഡിവൈഎസ്പിമാരായ ദിലിൽ JK, DK പൃഥ്വിരാജ് എന്നിവർ മാധ്യമപ്രവർത്തകർക്കായി ക്ലാസ് എടുക്കും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 5ാം തവണയാണ് പുടിൻ റഷ്യയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. മോസ്കോയിലെ ഗ്രാൻഡ് ക്രെംലിൻ കൊട്ടാരത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. 2030 വരെ 6 വർഷ കാലയളവിലേക്കാണ് പുടിൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ക്രിമിനൽ വിഘടനവാദ ഘടകങ്ങൾക്ക് സുരക്ഷിത താവളവും രാഷ്ട്രീയ ഇടവും നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടു. കാനഡയിലെ തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ അക്രമാസക്തമായ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശക്തമായ ആശങ്ക രാജ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കായി പുതിയ സ്രോതസ്സുകളിൽ നിന്ന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കണമെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയോട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ സൌകര്യങ്ങളോടെ 1 ലക്ഷം റോഹിംഗ്യകളെ പുനരധിവസിപ്പിക്കാൻ സഹായിക്കണമെന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി IOM-നോട് ആവശ്യപ്പെട്ടു. ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ഗാസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തു. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്നലെ ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 20 റൺസ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എടുത്തു. 222 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുത്ത് തോൽവി വഴങ്ങി. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ ഓപ്പൺ പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 3 സ്വർണവും 2 വെങ്കലവും നേടി. പിക്കിൾ ബോൾ മിക്സഡ് ഡബിൾസ് വിഭാഗം ഫൈനലിൽ സച്ചിൻ പഹ്വ, പ്രിയങ്ക ചബ്ര സഖ്യമാണ് ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയത്. സൌദി സ്മാഷ് ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ മനിക ബെത്ര ജർമ്മനിയുടെ നീന മിറ്റലാമിനെ നേരിടും. ഇന്ന് ജിദ്ദയിലാണ് മത്സരം. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ASBC ഏഷ്യൻ അണ്ടർ 22 യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടത്തോടെ ഇന്ത്യ 43 മെഡലുകളാണ് ഇന്ത്യയ്ക്ക് നേടാനായത്. ഇരു വിഭാഗങ്ങളിലുമായി 12 സ്വർണവും 14 വെള്ളിയും 17 വെങ്കലവും ഇന്ത്യ നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിൽ 64.58% പോളിംഗ്. ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലും കുറവ് ബീഹാറിലും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. 6ാം ഘട്ടത്തിനുള്ള പത്രികകൾ നാളെ വരെ പിൻവലിക്കാം. കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും. റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ അധികാരമേറ്റു. പ്രസിഡന്റാകുന്നത് 5ാം തവണ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 20 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.